ബ്രിട്ടനിലെ നോട്ടിംഗ്ഹാം സർവകലാശാല ആശുപത്രിയിലെ ചാപ്പൽ പൊതുമത ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയതിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ വിശ്വാസികളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ചാപ്പലിൽ നിന്ന് ക്രൂശിത രൂപം ഉൾപ്പെടെ നീക്കം ചെയ്താണ് പൊതുമത ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത്. അതേസമയം ആശുപത്രിയിൽ ഇസ്ലാം മതസ്ഥർക്കായി നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും മറ്റൊരു മുറി ഇപ്പോഴും നൽകിയിട്ടുണ്ട് എന്നതും ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. ചാപ്പൽ പരിവർത്തനം ചെയ്ത നടപടിക്കെതിരെ ഓൺലൈൻ പെറ്റീഷനുമായി മലയാളികൾ ഉൾപ്പെടെയുള്ള ക്രൈസ്തവർ രംഗത്തെത്തിയിട്ടുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമായ change.org വഴി തയ്യാറാക്കിയ ഓൺലൈൻ പരാതിയിൽ നടപടി പിൻവലിക്കണമെന്നും ക്രൂശിത രൂപം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് 800-ലധികം പേരാണ് ഇതിനോടകം ഒപ്പിട്ടിരിക്കുന്നത്. ജീവനക്കാർക്കും രോഗികൾക്കും സന്ദർശകർക്കും നിശബ്ദ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും സംഘടിത ശുശ്രൂഷകൾക്കുമുള്ള പ്രധാനപ്പെട്ട ഇടമായി ഈ ചാപ്പൽ ഉപയോഗിച്ചിരുന്നുവെന്നും മുഖ്യ ആകർഷണ കേന്ദ്രമായ പ്രധാന ചുവരിലെ കുരിശുരൂപത്തിന് ക്രൈസ്തവർ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നുവെന്നും പരാതിയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്നുണ്ട്. കുരിശുരൂപത്തിന്റെ അപ്രതീക്ഷിതമായ നീക്കം ചെയ്യൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിന് വിരുദ്ധമായതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ വളരെയധികം വിഷമിപ്പിക്കുന്നതായും ആശുപത്രി അധികാരികളോട് ഓരോ മതവിഭാഗത്തിന്റെയും സ്വത്വത്തെ ആദരിച്ചുകൊണ്ട് വൈവിധ്യമാർന്ന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിന് അഭ്യർത്ഥിക്കുന്നതായും പരാതിയിൽ പറയുന്നു. പ്രാർത്ഥനാമുറികളിൽ മറ്റൊരു മതവിഭാഗം അനുഭവിക്കുന്ന അതേ സ്വാതന്ത്ര്യം തങ്ങളും ആഗ്രഹിക്കുകയാണെന്നും പരാതിയിൽ വിശ്വാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. ക്രൈസ്തവ ശുശ്രൂഷകൾക്കും വ്യക്തിപരമായ പ്രാർത്ഥനകൾക്കുമായി ചാപ്പലിലേക്ക് പൂർണ്ണ പ്രവേശനം ഉറപ്പാക്കുന്നതിനും തീരുമാനിച്ച പരിവർത്തനം പുനരാലോചിക്കണമെന്നും പ്രധാന ചുവരിൽ കുരിശുരൂപം പുനഃസ്ഥാപിക്കണമെന്നും ആശുപത്രി സിഇഒയോടും ഡയറക്ടർ ബോർഡിനോടും അഭ്യർത്ഥിക്കുകയാണെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. നിരവധി മലയാളികൾ കൂടി ആശ്രയിക്കുന്ന ചാപ്പലായതിനാൽ ഓൺലൈൻ പെറ്റീഷനിൽ നൂറുകണക്കിന് മലയാളികളും ഭാഗമാകുന്നുണ്ട്. യൂറോപ്പിന്റെ ചരിത്രത്തിന്റെ കേന്ദ്രമായ ക്രൈസ്തവ വിശ്വാസം മാറ്റി നിർത്തുന്ന അതേസമയം തന്നെ പ്രത്യേക മതത്തിന് പരിഗണന നൽകുന്ന അധികൃതരുടെ നടപടിക്കെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധമുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗ്ന ന്യൂസ്.